മാർച്ച് 27 വിശുദ്ധവാരത്തിലെ ബുധനാഴ്ച. മത്തായി 26 14 മുതൽ 25 വരെ വാക്യങ്ങൾ. ഇന്നത്തെ വായനയിൽ നാം കാണുന്നത് യൂദാസ് ഇസ്കറിയോത്ത് മുഖ്യ പുരോഹിതന്മാരുമായി ചർച്ച നടത്തുന്നതാണ്. താൻ വഞ്ചകനാണ് എന്ന കാര്യം യൂദാസ് മറച്ചുവയ്ക്കുന്നില്ല. മഹാപുരോഹിതന്മാരുമായി ഒരു കരാറുണ്ടാക്കാൻ അവൻ അവരുടെ അടുക്കൽ പോകുന്നു. യേശുവിനെ തങ്ങൾക്ക് ഏൽപ്പിക്കുമെന്ന് യൂദാസ് വ്യക്തമായി അവരോട് പറയുന്നു. എന്നിരുന്നാലും തൻ്റെ ഗുരുവിനെയും ഉറ്റ സുഹൃത്തിനെയും ഒറ്റിക്കൊടുക്കുന്നതിന് അവന് നല്ല പ്രതിഫലം ലഭിക്കണം. എങ്കിൽ മാത്രമേ അവനിത് ചെയ്യൂ. മുഖ്യ പുരോഹിതന്മാർ സന്തോഷിച്ചു. എല്ലാറ്റിനും ഉപരിയായി ഈ മനുഷ്യനായി യേശുവിനെ അവർക്ക് നൽകിയതിന് 30 വെള്ളിക്കാശ് ഒരു ചെറിയ വിലയാണ്. യേശു വളരെ കാലമായി ഫരിസേയരുടെ ഭാഗത്തൊരു മുള്ളായിരുന്നു. അന്നു മുതൽ യൂദാസ് യേശുവിനെ അവർക്ക് കൈമാറാനുള്ള അവസരം അന്വേഷിക്കാൻ തുടങ്ങി. അത് പെസഹ തിരുനാൾ ദിവസമായിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് അവനോട് എവിടെയാണ് പെസഹ ഭക്ഷണം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്നു. ജെറുസലേമിലേക്ക് പോകാനും ഈ വിശുദ്ധ ഭക്ഷണം ആഘോഷിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താനും യേശു അവരോട് നിർദ്ദേശിക്കുന്നു. യേശു പറഞ്ഞതുപോലെ അവൻ്റെ ശിഷ്യന്മാർ ചെയ്തു. അന്ന് വൈകുന്നേരം ജെറുസലേമിൽ യേശുവും അവൻ്റെ അപ്പോസ്തലന്മാരും ഒരു മേശയ്ക്ക് ചുറ്റും കൂടി. അവർ ഭക്ഷണം ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു തുറന്നു പറയുമ്പോൾ അത് അവരെ അമ്പരപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ അന്നേരം അനുഭവിച്ച ഭീകരത ഞെട്ടലൊന്ന് സങ്കല്പിക്കുക. യേശുവിനോടൊപ്പം പാത്രത്തിൽ കൈമുക്കിയ ഒരാൾ തന്നെയാണ് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നതെന്ന് യേശു അവരോട് പറയുന്നു. അവരെല്ലാവരും ആ പാത്രത്തിൽ നിന്ന് കഴിച്ചവരാണ്. വഞ്ചകൻ ആരാണെന്ന് അവർ പരസ്പരം നോക്കി. അപ്പോൾ അവർ ഓരോരുത്തരും യേശുവിനോട് ചോദിച്ചു, ഞാനാണോ? അവർ പരസ്പരം നോക്കി അവരിൽ ആരായിരിക്കും യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത്. ഒടുവിൽ യൂദാസും ചോദിക്കുന്നു, കർത്താവേ, ഞാനാണോ? യേശു വളരെ ലളിതമായി പ്രതികരിക്കുന്നു, നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിൽ ഭൂരിഭാഗവും നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലും വഞ്ചന അനുഭവിച്ചിട്ടുണ്ട്. ചില വിശ്വാസ വഞ്ചനകൾ ചെറുതായതിനാൽ ക്ഷമിക്കാൻ എളുപ്പമായേക്കാം. മറ്റ് വഞ്ചനകൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നവയാണ്. വിശ്വാസ വഞ്ചനയ്ക്ക് ശേഷം നമ്മുടെ ജീവിതം തികച്ചും വ്യത്യസ്തമായ ഒരു പാതയിലേക്ക് നീങ്ങിയേക്കാം. ഈ അനുഭവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റേതെങ്കിലും വ്യക്തിയെ വിശ്വസിക്കുന്നത് പിന്നീട് വളരെ പ്രയാസകരമാക്കി മാറ്റാം. വിശ്വാസ വഞ്ചന യേശു മനസ്സിലാക്കുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അനുയായികളും ചേർന്നാണ് യേശുവിനെ കൈമാറിയത്. ഞാനും നീയും അനുഭവിക്കുന്ന വികാരങ്ങളുടെ വ്യാപ്തി യേശു അനുഭവിച്ചിട്ടുണ്ട്. യൂദാസിൻ്റെ വഞ്ചന അവനെ ആഴത്തിൽ വേദനിപ്പിച്ചിരിക്കണം. യേശു തിരഞ്ഞെടുത്ത, യേശു വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു യൂദാസ്. അവന് ഒറ്റിക്കൊടുത്തതും യൂദാസ് തന്നെ. ഇന്ന് ലോകത്ത് ധാരാളം യൂദാസ് ഇസ്കറിയോത്തുകളുണ്ട്. ഒരുപക്ഷെ നമ്മൾ അവരിൽ ഒരാളായിരിക്കാം.
നമ്മൾ ആളുകളെ വെറുതെ വഞ്ചിക്കുന്നതിലല്ല, പിന്നെ പലപ്പോഴും നമ്മൾ യേശുവിനെയാണ് ഒറ്റിക്കൊടുക്കുന്നത്. ഓരോ തവണയും നാം സദ്ഗുണത്തേക്കാൾ ഉപരി തിന്മ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് ബന്ധത്തിനായി യേശുവുമായുള്ള നമ്മുടെ ബന്ധം വ്യാപാരം ചെയ്യുമ്പോൾ നാം കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയാണ് എന്ന് ഓർക്കുക. എല്ലാവർക്കും വിശുദ്ധമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.